ഇന്ന് നമ്മൾക്കൊരു നാടൻ ചിക്കൻ കറി ആയാലോ? അതെ, ചിക്കൻ കറി നിങ്ങൾ പലരും പല രീതിയിലായിരിക്കും തയ്യാറാക്കുന്നത്. നമ്മൾ ഡയറക്റ്റ് മസാലാസ് ഇട്ടും അതല്ലാതെ മസാലാസ് മാത്രം ചൂടാക്കിയും അങ്ങനെ പല രീതിയിൽ തയ്യാറാക്കണം. എന്നാൽ ഇന്ന് നമ്മൾ അതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായി പണ്ട് കാലങ്ങളിൽ അമ്മമ്മമാരൊക്കെ തയ്യാറാക്കി തന്നിരുന്ന ഒരു നാടൻ ചിക്കൻ കറി ഉണ്ടല്ലോ, ആ ഒരു രീതിയിലാണ് ഇന്ന് നമ്മളത്തെ ചിക്കൻ കറി തയ്യാറാക്കാൻ പോകുന്നത്. ഈ ഒരു ഡിഷ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഐറ്റംസൊക്കെ ആഡ് ചെയ്യുന്നത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ലാസ്റ്റ് വരെ കാണണം. എന്നിരുന്നാലേ നിങ്ങൾക്ക് ഇതിൽ നമ്മൾ എന്തൊക്കെ ഐറ്റംസാണ് ആഡ് ചെയ്തിട്ടുള്ളൂ എന്ന് മനസ്സിലാകൂ. എന്നാലേ നമ്മളുടെ ആ ഒരു പഴയകാല രുചിയും ആ ഒരു ഓർമ്മയൊക്കെ നമുക്ക് കിട്ടുള്ളൂ. ഇതെല്ലാം ഇടേണ്ട രീതിയിൽ തന്നെ നിങ്ങൾ ഇടണം. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വളരെ സിമ്പിളാണ്, എന്നാൽ അതിലുപരി വളരെ ടേസ്റ്റിയായിട്ടുള്ള ഒരു ഡിഷാണ്. എൻ്റെ ഈ ചാനലിൽ തന്നെ ഞാൻ പല രീതിയിലുള്ള ചിക്കൻ ഡിഷസ് തയ്യാറാക്കിയത് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണ് നിങ്ങളെങ്കിൽ അതും കൂടി ഇതിന് ശേഷം നിങ്ങൾ കാണണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതെല്ലാം ഇഷ്ടപ്പെടും. അതേ രീതിയിൽ വളരെ ടേസ്റ്റി സിമ്പിളും ആയിട്ടുള്ള ഡിഷസാണ് ഞാൻ ഈ ചാനലിൽ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് നാടൻ ചിക്കൻ കറി തയ്യാറാക്കുന്നതെന്ന്. അതിന് വേണ്ടി നമ്മൾ ചട്ടി വെച്ചു. ചട്ടിയിൽ നമ്മൾ എണ്ണ ചൂടായതിന് ശേഷം ഞാനൊരു ചെറിയ 4 സവാള കൂടി നീളത്തിൽ കട്ട് ചെയ്ത് അതും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ അതുപോലെ സവാള കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതല്ല കുറച്ച് മതിയെങ്കിൽ നിങ്ങളുടെ ഇതനുസരിച്ചിട്ട് സവാള കൂട്ടിയോ കുറച്ചോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ചിലർക്ക് സവാളയുടെ ആ ഒരു ക്രീമി ടേസ്റ്റോ ചെറിയ മധുരമൊക്കെ ആണല്ലോ, അതിഷ്ടമല്ല. അങ്ങനെയുള്ളവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് കളയുക. അതിനുശേഷം നമ്മൾ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ. അതിനുശേഷം നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, നിങ്ങളുടെ കയ്യിൽ അതിൻ്റെ പേസ്റ്റ് ആണെങ്കിൽ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിരുന്നാലും മതി. എൻ്റെ കയ്യിൽ ചതച്ചതായതുകൊണ്ട് ഞാൻ അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഇത് നന്നായിട്ട് നമ്മളൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുക. നന്നായിട്ട് ആ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് തന്നെ കിട്ടണം. അപ്പോൾ നിങ്ങൾ കുറച്ച് ടൈം എടുത്ത് തന്നെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനിയാണ് നമ്മൾ ഇതിലേക്കുള്ള സ്പെഷ്യലായിട്ടുള്ളൊരു മസാല തയ്യാറാക്കുന്നത്. അതിന് വേണ്ടി നമ്മൾ ആദ്യം കുറച്ച് പട്ട, ഗ്രാമ്പൂ, ഏലക്ക അങ്ങനെയുള്ള നമ്മുടെ വോൾ സ്പൈസസ് എല്ലാം കുറച്ചൊന്ന് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ അതൊന്ന് ചൂടാക്കിയെടുക്കുക. ഗരം മസാല എല്ലാ ഐറ്റംസും നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, പെരുംജീരകമൊക്കെ. അതിന് ശേഷം ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറത്തില്ലേ, ആ ഒരു ടൈമിലാകുമ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് പൊടി ഐറ്റംസാണ് കേട്ടോ ഇടുന്നത്. അതിന് വേണ്ടി മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്രയും പൊടി നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എരിയൊക്കെ നല്ലപോലെ കൂടുതലുള്ളവരാണെങ്കിൽ അതനുസരിച്ച് മുളക് പൊടിയൊക്കെ കൂട്ടി കുറച്ചും ഒക്കെ ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ അത്രയും സ്പൈസസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. അപ്പം നമ്മൾ ഇതൊക്കെ നന്നായി വഴണ്ടതിന് ശേഷം നമ്മൾ മുളക് പൊടിയൊക്കെ ഇടുമ്പം ഒന്നുകിൽ തീ സിമ്മിലാക്കി ഇടുക, അല്ലെങ്കിൽ തീ ഓഫാക്കിയിട്ട് തന്നെ പൊടി ഐറ്റംസ് എല്ലാം ചേർക്കുക. അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ സ്പൈസസൊക്കെ ഒന്ന് പൊടി ഐറ്റംസൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാൻ. അതത്രയും ചൂടാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കുമ്പോൾ ആദ്യം നമ്മളിതൊന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഒന്ന് പൊടിഞ്ഞ് ഈ ഐറ്റംസൊക്കെ ഒന്ന് പൊടിഞ്ഞ് കിട്ടുമല്ലോ. അതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് ഇത്ര ഐറ്റംസ് അരച്ച് പേസ്റ്റ് പോലെ ആക്കി എടുക്കണം. ഇത്ര ഐറ്റംസ് ഒന്ന് പേസ്റ്റ് ആക്കിയതിന് ശേഷം നമ്മൾ ഇത്രയും കൂട്ട് നമ്മൾ നേരത്തെ റോസ്റ്റ് വെച്ചിരുന്ന ആ ഒരു ഉള്ളി ഉണ്ടല്ലോ, സവാള, അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴറ്റി തന്നെ എടുക്കുക. അപ്പോൾ നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ ആ ഒരു എണ്ണയൊക്കെ നമുക്ക് നല്ലതായിട്ടൊന്ന് തെളിഞ്ഞ് കിട്ടും. എണ്ണയൊക്കെ നല്ല ഇതായിട്ട് വരുന്നിടം വരെ നമ്മളതൊന്ന് വഴറ്റി കൊടുക്കുക. അത് നന്നായി വഴറ്റിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ടതിന് ശേഷം നമ്മൾ വീണ്ടും എല്ലാം നന്നായിട്ട് ഒന്ന് വഴറ്റി ചിക്കനിലെല്ലാം ഈ മസാലസൊക്കെ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കണം.
അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം, ഇപ്പോൾ ചിക്കനിൽ നിന്ന് ഓൾറെഡി വെള്ളം ഇറങ്ങും, എന്നിരുന്നാലും നമ്മളൊരു കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഒരു ചെറിയതൊന്നുമായിട്ടൊന്നുകൊണ്ടൊന്നും അതാവാ സെറ്റാകാൻ വേണ്ടി ഒഴിക്കുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് അഥവാ വെള്ളം വേണ്ട എങ്കിൽ നിങ്ങൾ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. അപ്പം വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്ത് എടുക്കുക. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. കാരണം നമ്മളിത് ചട്ടിയിലല്ലേ വെച്ചിരിക്കുന്നത്, അപ്പോൾ അടിയിൽ പിടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ചിക്കന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. പിന്നെ അധികം ടൈമൊന്നും വേണ്ട. നമ്മൾ സാധാ ചിക്കൻ കറി വെക്കുന്നത് കൂട്ട് തന്നെ ഉള്ളൂ. പക്ഷേ എന്നിരുന്നാലും നമ്മൾ സാധാരണ നമ്മൾ മസാലസൊക്കെ ഡയറക്റ്റ് ഇടുവോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയൊക്കെ ഇടുന്ന ഒരു രീതിയാണല്ലോ. പക്ഷെ അതിൽ നിന്ന് നല്ല ടേസ്റ്റിന് നല്ല വ്യത്യാസമുണ്ട്. നമ്മളിങ്ങനെ സ്പൈസസും മസാലാസും എല്ലാം ഒന്ന് വറുത്ത് അരച്ച് ചേർക്കുമ്പോൾ ഒരു വേറെ ടേസ്റ്റ് തന്നെയാണ്. ഈ രീതിയിലല്ല നിങ്ങൾ തയ്യാറാക്കുന്നതെങ്കിൽ ഈ രീതിയിൽ ഒരു വട്ടമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു രീതിയിലുള്ള ചിക്കൻ കറി ഇഷ്ടപ്പെടും. നമ്മുടെ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ കഴിച്ചതും അതുപോലെ നമ്മൾ പണ്ടൊക്കെ ചെറിയ ചെറിയ ഹോട്ടലുകളിലും തട്ടുകടകളിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു ചിക്കൻ കറിയിൽ അതേ സെയിം ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ വെക്കുമ്പോൾ നമ്മളൊക്കെ ചിക്കൻ കറിക്ക് കിട്ടുന്നത്. ഇപ്പം നമ്മൾ അടച്ചു വെച്ച് അന്ന് തിള വന്നു. ഈ തിള വരുന്ന ആ ഒരു ടൈമിലാണ് നമ്മൾ കുറച്ച് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക. ഇതല്ല, നിങ്ങൾക്ക് തക്കാളിയുടെ ആ ഒരു പച്ചമണമൊന്നും അധികം ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ നമ്മൾ ആദ്യം ഉള്ളിയൊക്കെ വഴറ്റി വരുന്ന ആ ഒരു ടൈമിൽ ഈ തക്കാളിയും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുത്തിരുന്നാൽ മതി. ഞാൻ അതൊന്ന് വേണ്ടാന്ന് വെച്ചിട്ട് ഞാനൊരു പകുതിയൊക്കെ ആയപ്പം തിളയൊക്കെ വരുന്ന സമയത്ത് ഇട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ടൈമിലും തക്കാളിയൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് അതും കൂടി ഒന്ന് വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന രീതിയിൽ ആക്കിയെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില നിങ്ങളുടെ കയ്യിൽ എത്രയുണ്ടോ അത്രയും തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ അധികം ഇല്ലാത്തത് കൊണ്ടാണ് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തത്. നിങ്ങൾ നന്നായിട്ട് തന്നെ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തോളൂ. അതിനുശേഷം നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം എരിയൊക്കെ ഒത്തിരി ഇഷ്ടമുള്ളവരാണെങ്കിൽ അതനുസരിച്ചിട്ട് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. കുരുമുളക് പൊടി നമ്മളുടെ ഒരു സ്പൈസിനനുസരിച്ച് അത്യാവശ്യം കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിക്കൊക്കെ അനുസരിച്ചിട്ട് കൂട്ടിയോ കുറച്ചോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്ത് എടുക്കുക. നന്നായിട്ട് ഇതൊന്ന് കുക്കായി വരുന്ന ആ ഒരു മുക്കാലിൻ്റെ ഒരു പരുവൊക്കെ ആവത്തില്ലേ, ആ ഒരു പരുവാകുമ്പോൾ നമ്മൾ ഇതുകൂടെ നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് 1 സ്പൂണ് ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഗരം മസാല എന്ന് വെച്ചാൽ ചിക്കൻ മസാലയും കൂടി ഇതിലേക്ക് നമ്മൾ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈയും കൂടി ഇതിൻ്റെ കൂടെ ആയാലോ. അതിന് വേണ്ടി നമ്മൾ ആദ്യം കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് പാനിൽ എന്നിട്ട് നമ്മുടെ ചിക്കനൊക്കെ പിറക്കി വെച്ചു. അതിലേക്ക് നമ്മൾ കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കൂടി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയാണ് നമ്മൾ വെളുത്തുള്ളി ചതച്ചതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങളും എന്തായാലും ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ വെളുത്തുള്ളി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാനാണെങ്കിൽ ഷെഫ് പിള്ളയുടെ ഒരു റെസിപ്പിയിൽ കണ്ടതാണ് ചിക്കൻ ഫ്രൈക്കകത്ത് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ല ടേസ്റ്റാണെന്ന്. അപ്പം നിങ്ങൾ എന്തായാലും ആ ഒരു രീതിയിലല്ല ഫ്രൈ ചെയ്യുന്നതെങ്കിൽ വെളുത്തുള്ളിയും കൂടി ഇതിലേക്കൊന്ന് ചതച്ചിട്ട് കൊടുക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ ഏകദേശം എല്ലാം സെറ്റായിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടി, നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈയും തയ്യാറായി. ഇതിന് ശേഷം നമ്മൾ ഇനിയും ഇതിലേക്കൊരു താളിച്ച് ഒഴിക്കാം ചിക്കൻ കറിയിലേക്ക്. അതിന് വേണ്ടി നമ്മൾ ആദ്യം ഒരു പാൻ വെച്ചു. അതിലേക്ക് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനി അതിലേക്ക് താളിച്ച് കൊടുക്കാനുള്ള എല്ലാ ഐറ്റംസ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പം കടുക് പൊട്ടിച്ചു കൊടുത്തു. കടുക് ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് മുളക് പൊടി അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് മതി, കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു കളറിനും ഫ്ലേവറിനും കിട്ടാൻ വേണ്ടിയാണ് ലാസ്റ്റ് നമ്മൾ കുറച്ച് ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തത്. നിങ്ങൾ ഇങ്ങനെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പം നമ്മുടെ അടിപൊളി ചിക്കൻ കറി തയ്യാറായിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും
ഈ ഒരു രീതിയിലല്ല ഇതുവരെ വെച്ചിട്ടില്ല എങ്കിൽ നിങ്ങളെല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നമ്മുടെ നാടൻ സ്റ്റൈലിൽ പണ്ട് കാലങ്ങളിലൊക്കെ കഴിച്ചിരുന്ന അതേ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്